ഇനിയും വരാനിടയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പാർക്കുകൾ IT പാർക്കുകൾ ഇത്തരമൊരു അക്കാദമിക് ഇൻഡസ്ട്രിയൽ സഹകരണത്തിലൂടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാവുക. അതിലൂടെ വരും കാലത്ത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നേരിട്ടും പരോക്ഷമായും സൃഷ്ടിക്കാൻ സാധിക്കും. ബയോ പ്രോസസ്സിംഗ്, ബയോ പ്രോസ്പെക്റ്റിംഗ് ഈ മേഖലകളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരും കമ്പനികളും എത്തിച്ചേരുന്ന ഇടമായിട്ടാണ് ഈ പാർക്ക് മാറുന്നത്. നമ്മുടെ പശ്ചിമഘട്ടം ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ്. ഈ ജൈവസമ്പത്തിനെ ശാസ്ത്രീയമായും സന്തുലിതമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ഔഷധക്കൂട്ടുകൾ, ജീവശാസ്ത്ര ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ നിർമ്മിക്കപ്പെടുന്ന അവസ്ഥ വരും. ഇതിലൂടെ ആഗോള ജീവശാസ്ത്ര ഗവേഷണ മേഖലയിൽ ഉള്ള മുൻനിര കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് നാം ലക്ഷ്യമിടുന്നത്. മുൻനിര ഗവേഷണ ലബോറട്ടറികൾ നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെടുന്നതോടെ അവയുടെ മേൽനോട്ടത്തിലും നേതൃത്വത്തിലും നിരവധി അനുബന്ധ കമ്പനികൾ സംസ്ഥാനത്തെമ്പാടും വളർന്നു വരും. നമ്മുടെ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും ഉതകുന്നതാകും ആ മുന്നേറ്റം. വ്യവസായങ്ങളുടെ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതിയാണ് പുതിയ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നത്. കേരളത്തിലെ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും മനുഷ്യ പുരോഗതിക്കും സാമൂഹ്യ പരിവർത്തനത്തിനുമായി പ്രയോജനപ്പെടുത്തുന്നതിന് നമ്മുടെ നാട് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ വിജ്ഞാന വ്യവസായങ്ങളുടെ വികസനം സുഗമമാക്കുന്നതിന് വേണ്ട മുൻകൈ എടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് സംസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വത്തോടെ 4 സയൻസ് പാർക്കുകൾ, ഡിജിറ്റൽ സയൻസ് പാർക്ക് അടക്കം സ്ഥാപിക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചു. ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇവയിലൂടെ കമ്പനികൾക്കും സർവകലാശാലകൾക്കും അറിവുകളെയും സാങ്കേതിക വിദ്യകളെയും പരസ്പരം പങ്കുവെക്കാൻ കഴിയും. ഗവേഷണത്തിലൂടെ അവയെ നവീകരിക്കാനും സമൂഹത്തിനാകെ പ്രയോജനപ്പെടുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാക്കി മാറ്റാനും കഴിയും. ആ നിലക്ക് ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യക്കും ഉള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവയെ പ്രാപ്തമാക്കുന്ന ഇടങ്ങളായിട്ടാണ് ഈ പാർക്കുകൾ മാറുന്നത്. നമ്മുടെ നാട്ടിലെ ഉയർന്ന യോഗ്യതയുള്ള മാനവ വിഭവശേഷി വിജ്ഞാന സമ്പദ് വ്യവസ്ഥക്ക് നാട് നൽകുന്ന പിന്തുണയും ഒരു വശം. അതോടൊപ്പം തന്നെ ഇവിടെ ഉയർന്ന നിലവാരമുള്ള ഗവേഷണ വികസന സ്ഥാപനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ മറുവശം. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ
ഇന്ത്യയിൽ വിജ്ഞാന വ്യവസായങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് കേരളം. ഇത് മനസ്സിലാക്കിയാണ് രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റം തുറന്നു തരുന്ന അവസരങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നത്. വ്യവസായങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ എന്നിവ തമ്മിൽ അതിവിപുലമായ സഹകരണത്തിനുള്ള അവസരമൊരുക്കിക്കൊണ്ട് വരും വർഷങ്ങളിൽ ഈ പാർക്കുകൾ കേരളം എന്ന വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായി സംസ്ഥാനത്തെ മാറ്റും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ IT മേഖല അതിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. അതും രാജ്യത്തിനാകെ മാതൃകയായി. തുറന്നുള്ള ദശാബ്ദകാലങ്ങൾ ടെക്നോ പാർക്കും സംസ്ഥാനത്തെ മറ്റ് IT പാർക്കുകളും രാജ്യത്തെ ഇൻഫർമേഷൻ ടെക്നോളജി വ്യവസായങ്ങളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ പാർക്കിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും ആ വഴിക്ക് നീങ്ങി. ചിലര് വലിയ തോതിൽ മുന്നോട്ട് പോയി. നമുക്ക് ചെറിയൊരു തറച്ചു നിൽക്കലുണ്ടായി ആ ഘട്ടത്തിൽ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് തുടക്കം കുറിച്ചത് നമ്മളാണ്, കേരളമാണ്. IT മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കേരളം രാജ്യത്തിനാകെ മാതൃകയായിട്ടാണ് നിലകൊള്ളുന്നത്. അതിൻ്റെ എല്ലാം തുടർച്ചയായാണ് IT പാർക്ക് ആരംഭിക്കുന്നത്. കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന IT പാർക്കുകളിൽ ഒന്നാണ് ഇവിടെ വരുന്നത്. ഇത് നൂതന സാങ്കേതിക രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ഉതകുന്നതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പറയുകയുണ്ടായി IT പാർക്കിൻ്റെ വികസന സാധ്യതയെക്കുറിച്ച്. എയർപോർട്ടിന് തൊട്ടുകിടക്കുന്ന സ്ഥലമെന്ന നിലക്ക് നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം വികസിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വരുന്ന ഘട്ടമാണ്. IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന കാര്യം കൂടെ പറഞ്ഞു. സാധാരണഗതിയിൽ അല്പം അമ്പരപ്പുണ്ടാക്കുന്ന ഒരു നിർദ്ദേശം നേരത്തെ എൻ്റെ മുന്നിൽ വന്നതുകൂടി ഈ ഘട്ടത്തിൽ പങ്കുവെക്കണം. ഇവിടുത്തെ എയർപോർട്ടിനടുത്തുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട്. അതിലൊരു കൂട്ടരെ കഴിഞ്ഞൊരു ദിവസം വ്യവസായ മന്ത്രി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവര് ഇവിടെ ഒരു സംരംഭം ആരംഭിക്കാനാണ്. ആരംഭിക്കാൻ പോകുന്ന സംരംഭത്തിൽ നിക്ഷേപിക്കുന്ന തുക കേട്ടപ്പോൾ അല്പം അമ്പരപ്പുണ്ടായി. നമ്മുടെ ആഗോള നിക്ഷേപ സംഗമത്തിൽ ആകെ മൊത്തമായി
നമുക്ക് ലഭിച്ച വാഗ്ദാനം 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ്. ഈ കൂട്ടർ വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് 2 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന സംഖ്യ, 2 ലക്ഷത്തിൽ കൂടുതൽ കോടി, മറ്റേത് 2 ലക്ഷം കോടിയാണെങ്കിൽ 2 ലക്ഷത്തിൽ പരം കോടി. കൃത്യമായിട്ട് എൻ്റെ അപ്പുറത്തുള്ള സംഖ്യ എത്രയാണെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 ലക്ഷത്തിൽ കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപം, അതിനാണ് അവർ സന്നദ്ധത പ്രകടിപ്പിക്കുന്നത്. അപ്പം അത് കേട്ടപ്പോൾ അല്പം അമ്പരപ്പുണ്ടായി. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ കേരളം തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പോൾ പറഞ്ഞ മറുപടി, കേരളമാണ് ഏറ്റവും നല്ല നിക്ഷേപത്തിന് പറ്റിയ സ്ഥലം. ഇവിടെ വർഗീയ പ്രശ്നങ്ങളില്ല, കലാപങ്ങളില്ല, സമാധാനമുള്ള നാടാണ്. അതാണ് ഞങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇനി വരേണ്ടതാണ്. എങ്കിലും അത്തരമൊരു ഓഫർ നമ്മുടെ മുന്നിൽ വന്നു എന്ന് കാണുമ്പോൾ നമ്മൾ കാണേണ്ടത് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒട്ടേറെ വികസന പദ്ധതികൾ ഇനിയും വരാനിടയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പാർക്കുകൾ IT പാർക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും പരിവർത്തിപ്പിക്കുന്നത്. ഗവേഷണങ്ങളുടെ വിവർത്തനത്തിലൂടെയും വിവിധ മേഖലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായ നവീകരണത്തിലൂടെയും കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏതാനും മികവിൻ്റെ കേന്ദ്രങ്ങൾ, സെൻറ്റർ ഓഫ് എക്സലൻസസ്, ദശാബ്ദങ്ങൾക്ക് മുൻപ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ആദ്യത്തെ തുടക്കം 2016 അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ് തൊട്ടു മുൻപുള്ള ഇതിൻ്റെ തന്നെ മുൻഗാമി എന്ന് പറയാവുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് കാലത്ത് അന്ന് 30 മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും എന്നാണ് പ്രഖ്യാപിച്ചത്. അതിൽ പലതും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ചിലത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമൂലമായ നവീകരണത്തിനു കൂടി വഴിവെക്കുന്ന ഒന്നായിരിക്കും. ശാസ്ത്രരംഗത്തെ വികാസത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുക. ഇവിടെ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അവയെ നമ്മുടെ സമ്പദ്ഘടനയുമായി വിളക്കിച്ചേർക്കുന്നതിനുള്ള ഇടപെടലുകൾ കൂടിയാണ് നാം നടത്തുന്നത്. കൈരളി റിസർച്ച് പുരസ്കാരങ്ങൾ, ചീഫ് മിനിസ്റ്റേഴ്സ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമായാണ്. അതിനെല്ലാം 14.5 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. ഗവേഷണ ഫലങ്ങൾ സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് 200 കോടി രൂപ മുതൽ മുടക്കിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകളും
സ്ഥാപിക്കുകയാണ്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം accelerating adoption of emerging technology solutions in government, innovation by youth wing disability, ഇത്തരം പദ്ധതികൾ വഴി നൂതനാശയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തിരുവനന്തപുരത്തിൻ്റെയും കൊച്ചിയുടെയും കാര്യം പരാമർശിക്കുകയുണ്ടായി. ഒരു AI ഹബ്ബാക്കി തിരുവനന്തപുരത്തിനെ മാറ്റുന്നതിന് ഉതകും വിധം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ടെക്നോ പാർക്കിൻ്റെയും സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും ICT അക്കാദമിയുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് വിഭാവനം ചെയ്തു വരുന്നത്. നൂതന സാമഗ്രികളുടെ വികസനത്തിൻ്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുക എന്ന കാഴ്ചപ്പാടോടെ ഡിജിറ്റൽ സർവകലാശാല സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ഇൻ ഇലക്ട്രോണിക് ടെക്നോളജീസുമായി സഹകരിച്ച് ഗ്രാഫീനായുള്ള ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ കൊച്ചിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൽ 14 കമ്പനികളാണ് പ്രവർത്തിക്കുന്നത്. ലൈഫ് സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ക്ലസ്റ്ററായി ലൈഫ് സയൻസ് പാർക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നാം ഇന്ന് കാണുന്നതല്ല, നാളെ കുറച്ച് വർഷം കഴിഞ്ഞ് ഇതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റമാണ് വിഭാവനം ചെയ്യേണ്ടത്. നമ്മുടെ യുവതക്ക്, പ്രത്യേകിച്ച് വലിയ തോതിൽ പ്രൊഫഷണലായി മാറിയവർക്ക്, അവർക്കെല്ലാം ഇവിടെ തന്നെ ഇതിൻ്റെ ഭാഗമായി വലിയ തോതിൽ സൗകര്യങ്ങൾ ഒരുങ്ങും. അത് നാടിൻ്റെ മൊത്തമായ അഭിവൃദ്ധിക്ക് വൻതോതിൽ സഹായകമാകും. നമ്മുടെ ഇവിടെ 80,827 ചതുരശ്രടി വിസ്തീർണമുള്ള അഡ്മിൻ ബ്ലോക്ക്, ബയോടെക് ലാബ്, ഓഫീസ്, ലബോറട്ടറി എന്നിവ പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കാൻ നേരത്തെ പറഞ്ഞ ഈ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനം കാണിക്കുന്ന താല്പര്യവും അതിൽ സംസ്ഥാന സർക്കാർ ഏതു വിധത്തിൽ ഇടപെടുന്നു എന്നുള്ളതുമാണ് ഇതോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ സയൻസ് പാർക്കും IT പാർക്കും അനുബന്ധ നൂതന സാങ്കേതിക വിദ്യാ വ്യവസായങ്ങളും എല്ലാം നമ്മുടെ നാടിൻ്റെ വികാസത്തിന് വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഔപചാരികമായ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.